20,000 ഇപ്പോൾ സാലറി കിട്ടിയാൽ നമുക്ക് അതിനകത്തൊക്കെ എന്താക്കാം, ഒരു 5,000 റുപ്യ നമുക്ക് ചിലവിനെടുക്കാം. പിന്നെ ഒരു 5,000 റുപ്യ കുറച്ച് കടവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂട്ടാം. പിന്നെ ഒരു 5,000 റുപ്യ നമുക്ക് എന്താക്കാം, ബസ്സിൻ്റെ വണ്ടിക്കൂലിയെല്ലാം വേണ്ടേ, അതും പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സേവിങ്സ് പോലെ അത് ഇട്ടേക്കാം. പിന്നെ ഒരു 5,000 റുപ്യ ബാക്കിയുണ്ട്, അത് നമുക്ക് ബാങ്കിൽ ആദ്യം കിട്ടലോ, ആദ്യം വേണ്ട, ആദ്യം എടുക്കാൻ പറ്റില്ല, പിന്നെ അതിനെന്തെങ്കിലും ഫൈനുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിൽ വെറുതെ ഇട്ടേക്കാം. അപ്പോൾ വെറുതെ ബാങ്കിൽ ഇട്ട് വെച്ചാൽ മാസം 5,000 റുപ്യ ആകുമ്പോൾ ഒരു കൊല്ലത്തേക്ക് 60,000 റുപ്യ അതിൻ്റെ പരിപാടി. അപ്പോൾ 60,000 റുപ്യ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോവാം. ആദ്യം വിയറ്റ്നാം, അത് വേണ്ട, കോസ്റ്റ്ലിയാണ്. നമുക്ക് മലേഷ്യയിലേക്ക് ട്രിപ്പ് പോവാം. ചിലതിൻ്റെ പൈസ നമുക്ക് അതിലാക്കാം, കടാറ്റം വാങ്ങാം, പിന്നെ വന്നിട്ട് തീർക്കാമല്ലോ. മലേഷ്യ പോകാൻ എത്ര പൈസ മതി നമുക്ക് മലേഷ്യ പോകണം. പിന്നെ അടുത്ത കൊല്ലം നമുക്ക് പിന്നെ എവിടെയാ കുറേ സ്ഥലത്ത് പോകണം കേട്ടോ. പിന്നെ സ്ഥലം വരാൻ ഓർമ്മ കിട്ടത്തില്ല. ചൈന വേണ്ട, ചൈനയിൽ ഭയങ്കര പൈസ, കുറച്ചുകൂടി സാലറി കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു പണിക്ക് പോകണം. ഞാൻ ആദ്യം ആലോചിക്കാം എന്ത് പണിക്കാണ് ഇപ്പോൾ പോവുക. പണിയാണല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാട്ടോ, ബാക്കിയെല്ലാം എൻ്റെ കറക്റ്റ് പക്കയാണ്, എല്ലാം കറക്റ്റ് ഷെഡ്യൂളാണ്. ഒരു പണി കിട്ടിയാൽ മതി. ഇപ്പോൾ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പറയാം.